കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അല്ല ചെയ്യാൻ പോകുന്നത്, പകരം നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്റർ 1138 ബ്രീഫ് സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണാൻ ഞാൻ ആരെയും തന്നെ നിർബന്ധിക്കുന്നില്ല. വൺ പീസിന്റെ സ്പോയിലേഴ്സ് ആയിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് സ്പോയിലേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ചാപ്റ്റർ 1138 ഇറങ്ങാൻ നേരത്ത് നമ്മൾ എന്തായാലും അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട്. സോ ബാക്കിയുള്ളവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ചാപ്റ്ററിന്റെ പേര് സീക്രട്ട് ടെക്സ്റ്റ് എന്നാണ്. അത് മാത്രമല്ലാതെ കോർപ്പേജി നമ്മുടെ ഹൂ അങ്ങനെ സീക്രട്ട് ബേസിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഷാംറോക്കിനെ ഷാങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവർ രണ്ടുപേരും ട്വിൻസ് ആണെന്ന് ഒഫീഷ്യലി വന്നിട്ടുണ്ട്. നമ്മുടെ ഷാങ്സ് ആണ് ഈ കൂട്ടത്തിലെ ഇളയാളും. അടുത്ത കാര്യം, നമ്മുടെ ഷാംറോക്കിനല്ല ഡെവിൽ ഫ്രൂട്ടിന്റെ പവേഴ്സ് ഉള്ളത്, പകരം പുള്ളിക്കന്റെ സോഡിനാണ്. സെർബറസ് ഫ്രൂട്ടിന്റെ പവേഴ്സ് ആണ് ആ ഒരു സോഡിനുള്ളത്. അത് മാത്രമല്ലാതെ ലോക്കിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ തെളിഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ബീന്റെ ആ 3 തലയുള്ള കുറേയധികം തിയറീസ് ഉണ്ടായിരുന്നല്ലോ, അതങ്ങനെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജയൻസ് ഇല്ലേ, ആ ക്യാസിലിനകത്തുണ്ടായിരുന്നത്, അവർ പറയുന്നുണ്ട് ഷാങ്സ് ആണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കാൻ നിർത്തി ലൂഫിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. ലൂഫി അത് സമ്മതിക്കുന്നുമില്ല. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ആ കസ ഹാറ്റ് വെച്ചിട്ടിരിക്കുന്ന ഒരു പുള്ളിക്കാരനില്ലേ, നമ്മുടെ ക്രോക്കസുമായിട്ട് വെള്ളമൊക്കെ അടിച്ചിട്ടിരുന്നത്, ഏകദേശം ഷിക്കാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ഊഹം. ആ പുള്ളി ആ ക്യാസിലേക്ക് നടന്നു വരുന്നുണ്ട്. ലൂഫി ഒരു കാര്യം പറയുന്ന നേരത്താണ് പുള്ളിക്കാരൻ അവിടേക്ക് വരുന്നത്. ലൂഫി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: റോജർ പൈററ്റ്സ് എല്ലാവരും ഷാങ്സിന്റെ ഫാമിലിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പുള്ളി റോജർ പൈററ്റ്സിന്റെ ഒരു അംഗമാണെന്നാണ്. പിന്നെ നമ്മുടെ ഫ്രാങ്കിനെ റിപ്ലീനാണ് കാണിക്കുന്നത്. അവരായിട്ട് ആഡം സ്ട്രീറ്റിന്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയൊരു പെയിന്റിങ്ങിന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ആ പെയിന്റിംഗ് വരച്ചിരിക്കുന്നത് വോയിഡ് സെഞ്ചുറിയിൽ കൂടിയാണ്. നമ്മുടെ സോള് റോബിന് കൊടുത്ത ആ ഹാർലീസിന്റെ ബുക്കില്ലേ, അത് നമ്മുടെ റോബിൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറേയധികം കാര്യങ്ങൾ പുറത്തും വരുന്നുണ്ട്. ഈ ലോകത്ത് നടന്ന 2 മഹായുദ്ധങ്ങളെ പറ്റി ആ ഒരു ബുക്ക് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഞെട്ടിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇനി വരാനിരിക്കുന്ന 3ാമത്തെ യുദ്ധത്തിനെ പറ്റിയും ആ ഒരു ബുക്ക് പറയുന്നുണ്ട്. സോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എനിക്കറിയാം, കാരണം നമുക്ക് വളരെ ബ്രീഫായുള്ള സ്പോയിലേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇത് കാണുന്ന നിങ്ങളോട് എനിക്കൊരു ചെറിയൊരു ചോദ്യമുണ്ട്. ഈ ഒരു സീരീസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തൊക്കെ വന്നാലും നമ്മൾ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യും. ഇത് നിർത്തിയാലും ഇത് നിർത്തിയില്ലെങ്കിലും അതെന്തായാലും ഉറപ്പാണ്.